പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, സറണ്ടർ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കീഴടങ്ങിയിരിക്കുക. ഈസ് ഇറ്റ് പോസിബിൾ ടു ഫൈൻഡ് ഫ്രീഡം ഇൻ സറണ്ടർ? യേശു എന്താ പഠിപ്പിച്ചെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഫ്രീഡം ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിന് കീഴ്പ്പെട്ടേ പറ്റൂ. ദൈവത്തിന് സ്വാധീനപ്പെടുത്തി സറണ്ടർ ചെയ്ത് കൊടുത്തേ പറ്റൂ. യേശു കർത്താവിനെ നാം ഫോളോ ചെയ്യണമെങ്കിൽ, അനുഗമിക്കണമെങ്കിൽ നമുക്കുള്ളതെല്ലാം നാം അവന് സറണ്ടർ ചെയ്ത് കൊടുക്കണം. പക്ഷേ സറണ്ടർ എന്നുള്ളതിൻ്റെ അതർ സൈഡിൽ നമുക്കറിയാം, യേശു കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തരും, ഫ്രീഡം തരും. എന്തിനൊക്കെയാണെന്നറിയാമോ? ഫ്രീഡം ഫ്രം സിൻ, ബട്ട് ഓൾസോ ഫ്രീഡം ടു ലീവ് ഫുള്ളി വിത്ത് ജോയ് ഇൻ ക്രൈസ്റ്റ്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? എന്നാൽ അല്പം നേരത്തെ ചിന്തിക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23, 24, 25, 26 വാക്യങ്ങൾ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും എൻ്റെ ജീവനെ കളഞ്ഞാലോ തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവനെന്തു പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെത്താൻ ത്യജിച്ച് അവൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കണം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ സറണ്ടർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്? അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? പലപ്പോഴും ഈ സറണ്ടർ എന്നുള്ള വാക്ക് വരുന്നത് ചില നെഗറ്റീവ് അസോസിയേഷൻസുമായിട്ടാണ്, അല്ലേ? ഹല്ലേലൂയ. ഒന്ന് മനസ്സിലിങ്ങനെ ഒന്ന് കണ്ടേ, വൈറ്റ് ഫ്ലാഗ്, ആർമി ഇങ്ങനെ ഉച്ചത്തിൽ ഉയർത്തി പറപ്പിച്ചുകൊണ്ട് നടക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ജയമാണ് കാണിക്കുന്നതല്ലേ? ആ ജയം എപ്പോഴാണ് അവർ കാണിക്കുന്നത്? അവരുടെ ശത്രു കീഴടങ്ങുമ്പോഴാണ്, അല്ലേ? ഈ സറണ്ടർ സജസ്റ്റ് ചെയ്യുന്നത് വീക്ക്നെസ്, അല്ലെങ്കിൽ ഗിവിങ് അപ്പ്, അല്ലേ? അല്ലെങ്കിൽ ഒരു ഡിഫീറ്റഡ് ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ്. സറണ്ടർ ഈസ് ഫോർ ലൂസേഴ്സ്, എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് അവർ സൊസൈറ്റി സ്ട്രൈവ്സ് ഫോർ. ഇന്നത്തെ ലോകം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നാം നമ്മുടെ സ്വന്തം വഴി കണ്ടുപിടിച്ച് നടന്നോണം, ജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചോണം. ഇന്നത്തെ ലോകത്തിൻ്റെ ഗതിയാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ലോകം പറയുന്നത് പോലെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലെ സ്വപ്നങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുവാ ജീവിതത്തിലെ സ്വപ്നങ്ങൾ? ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നല്ല പ്രോസ്പെറസ് ആയിട്ട്, ഫ്രീ ആയിട്ട് ഇരിക്കണം. ഞാൻ പറയട്ടെ, നമ്മുടെ കൾച്ചർ തന്നെ സെൽഫ് സെൻറ്റേർഡായിട്ട് തീർന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വേറൊരാളുടെ പവറിന് ഒന്ന് കീഴടങ്ങിയിരിക്കാൻ, ഒന്ന് സബ്മിറ്റ് ചെയ്യുവാൻ, വേറൊരാളെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ ആ ചിന്താഗതികളും നമ്മുടെ ലക്ഷ്യങ്ങളും ഒന്നും നാം അബാൻഡൻ ചെയ്യത്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമോ? അതായത് പിടിവാശിയോ ശാഠ്യമോ എന്തുവാ അതിന് പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രൈസ് ഗോഡ്. യേശു കർത്താവ് പറഞ്ഞത്, നാം യേശു കർത്താവിൻ്റെ ഒരു ഡിസൈപ്പിളാണെങ്കിൽ നമ്മൾ നമ്മെ തന്നെ ത്യജിക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ സേർട്ടൻ സംഗതികൾ അങ്ങ് ഡിനൈ ചെയ്യണമെന്നല്ല. അതായത് ഇന്ന കാര്യം ചെയ്യരുത്, ഇന്ന കാര്യത്തിൽ ഡിസിപ്ലിൻ വേണം, അങ്ങനല്ല. ബീയിങ് എ ഡിസൈപ്പിൾ മീൻസ് എ കംപ്ലീറ്റ് ഡിനയൽ ഓഫ് കൺട്രോൾ ഓവർ യുവർ ഓൺ ലൈഫ്. അതായത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ജീസസ് വോണ്ട്സ് us to surrender all to him. All to Jesus I surrender, all to him I fully
all. I surrender all to Jesus I surrender. പറ്റുമോ അങ്ങനൊന്ന് പാടാൻ? പ്രൈസ് ഗോഡ്. ഞാനും ആഗ്രഹിക്കുക, കർത്താവേ, പൂർണ്ണമായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് സമർപ്പിച്ച് ഒന്ന് സറണ്ടർ ചെയ്ത് ജീവിപ്പാൻ നമുക്കെല്ലാവർക്കും കഴിയണമെന്ന്. ഹല്ലേലൂയ. ഈ സറണ്ടർ എന്നുള്ള വാക്കുകളെക്കുറിച്ച്, ആ വാക്കിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മൾ യേശു കർത്താവിൻ്റെ ഫോളോവേഴ്സ് അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആവശ്യമായുള്ളൊരു ഘടകമാണ് സറണ്ടർ എന്ന് പറഞ്ഞാൽ. നമ്മുടെയൊക്കെ പ്രത്യാശയും പ്രാർത്ഥനയും ഒക്കെ എന്താണെന്നായിരിക്കണമെന്നോ? ഹല്ലേലൂയ. ഫുൾ സറണ്ടർ ടു ക്രൈസ്റ്റ് അവർ ലോർഡ്. അങ്ങനെയുള്ളൊരു ജീവിതം നമുക്കൊക്കെയും ദൈവം തരട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, പൂർണ്ണമായിട്ട് നിനക്ക് കീഴ്പ്പെട്ടുള്ളൊരു ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവമക്കളെ കർത്താവ് തീർച്ചയായിട്ടും നമ്മെ അതിന് പ്രാപ്തരാക്കി തീർക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം നോക്കുവാണെങ്കിൽ നിങ്ങൾ 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. പക്ഷേ ഞാനിപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 33 വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സ് 33. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ ഒരു ശിഷ്യനായിരിക്കുന്നതല്ലേ നല്ലത്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒരു കോംപ്ലിമെൻറ്റ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്: ഹീ ഈസ് എ ക്രിസ്ത്യൻ ബട്ട് നോട്ട് ടു ക്രിസ്ത്യൻ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ അല്പം റാഡിക്കലാകാതെ നമ്മുടെ ക്രിസ്ത്യൻ ഡ്യൂട്ടിയൊക്കെ പൂർണ്ണമായിട്ട് ഫുൾഫില്ല് ചെയ്യാൻ കഴിയത്തില്ല, പോസിബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. സറണ്ടറിങ് ഓൾ ടു ക്രൈസ്റ്റ് ഈസ് എക്സ്ട്രീം എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ നോൺ നെഗോഷ്യബിൾ കണ്ടീഷൻസ് ഓഫ് ഡിസൈബിൾഷിപ്പാണ് നമ്മോട് പറയുന്നത്. നമ്മൾ യേശുവിനെ എല്ലാത്തിനെ കഴിഞ്ഞും കൂടുതൽ സ്നേഹിക്കണം. നമ്മുടെ ഫാമിലിയെ കഴിഞ്ഞും കൂടുതൽ സ്നേഹിക്കണം. അവൻ്റെ ക്രൂശ് നമ്മൾ എടുക്കണം. ഹല്ലേലൂയ. ദാറ്റ്സ് ക്വൈറ്റ് എ ഡിമാൻഡ്. ബട്ട് ഈസ് ഇറ്റ് ക്ലിയർലി എസെൻഷ്യൽ ഇൻ ഓർഡർ ടു ബി എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാൻസി ലേ ഡി മൂസസ് എന്ന ഒരു ഓതർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: കർത്താവിനെ നമ്മൾ കർത്താവെന്ന് വിളിക്കത്തില്ലേ? അതായത് നമ്മൾ യെസ് എന്ന് അവൻ്റെ സകല ഇഷ്ടത്തോടും പറയുന്നത്. അത് അവൻ്റെ വാക്കുകളോട്, അവൻ്റെ വഴികളോട് നമ്മൾ യെസ് പറയുക. കർത്താവേ എന്ന് നമ്മൾ വിളിച്ചാൽ, ലോഡ് എന്ന് നമ്മൾ വിളിച്ചാൽ, ടു കോൾ ഹിം ലോഡ് മീൻസ് ടു സേ യെസ് ടു ഹിസ് വിൽ, ടു ഹിസ് വേർഡ് ആൻഡ് ഹിസ് വേസ്. ഹല്ലേലൂയ. നമുക്ക് അവനെ ലോഡെന്ന് വിളിച്ചിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം ഓടിപ്പോകാൻ ഇടയാകരുത്. പ്രൈസ് ഗോഡ്. ചിലർ പറയും ഫുള്ളി അവനെ ഒബേ ചെയ്യാനായിട്ടുള്ളത് ഇച്ചിരി ഇമ്പോസിബിളാണ്. ഹല്ലേലൂയ. ചില സംഗതികളൊക്കെ അവനിൽ നിന്ന് നമ്മൾ പിടിച്ച് മാറ്റി വെക്കും. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. ശരിയല്ലേ ദൈവമക്കളെ? ശരിയല്ലേ ഞാൻ പറയുന്നത്? എന്നാൽ ഞാൻ പറയട്ടെ, എല്ലാം അവൻ്റെ മുമ്പിൽ നാം സറണ്ടർ ചെയ്യേണ്ടത് ആബ്സല്യൂട്ട് ഒരു നെസസിറ്റിയാണ്. അതൊരു എൻറ്റയർലി അത് റീസണബിളായിട്ടുള്ള കാര്യമാണ്. റീസണബിളാണ്. നമ്മൾ യേശു കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ, നമ്മുടെ ഒരൊറ്റ ലോജിക്കൽ റെസ്പോൺസ് അവൻ്റെ സ്നേഹത്തോടും അവൻ്റെ കരുണയോടും നമുക്ക് കാണിക്കാനുള്ള ഒരു ലോജിക്കൽ റെസ്പോൺസ് എന്തുവാണെന്നറിയാമോ? ഫുള്ളി സറണ്ടർ ടു ഹിം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വെൻ ഐ സർവേ ദ വണ്ടറസ് ക്രോസ് എന്നുള്ള പാട്ടാണ് ഐസക് വാട്ട്സ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് നമുക്കറിയാം, ലവ് സോ അമേസിങ്, സോ ഡിവൈന, ഇറ്റ് ഡിമാൻഡ്സ് മൈ സോൾ, മൈ ലൈഫ് ആൻഡ് മൈ ഓൾ. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, മനസ്സോടെ വില്ലിങ്ലി സറണ്ടർ ചെയ്യുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുക.
കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. പൂർണ്ണമായി സമർപ്പിച്ച് ഹല്ലേലൂയ നിൻ്റെ ഒരു നല്ല ശിഷ്യയായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവെ, ഹല്ലേലൂയ ആ സറണ്ടർ എന്നുള്ള പാർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുവാൻ ഇടയാക്കുമാറാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.